Okay. ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, നമ്മുടെ എഗ്രിമെന്റ് എന്ത് ചെയ്യും, മാറും. ഫോർ എക്സാമ്പിൾ, എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, എയും ബിയും സിയും, അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:2:1. ഓക്കെ, അവരിപ്പോ പുതിയ ഓൾഡ് റേഷ്യോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാം തൽക്കാലം. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ 1:1:1. ഇതാണ് ഒരു സിറ്റുവേഷൻ ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഈ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതെല്ലാം സിറ്റുവേഷനിൽ നമ്മുടെ പ്രോഫിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെന്റ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലായിക്കോ. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ സിറ്റുവേഷനിൽ സംഭവിക്കും? ഒന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നു. ഒന്നതാ. രണ്ട് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ നമ്മൾ പുതിയ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ എഗ്രിമെന്റ് ഓട്ടോമാറ്റിക്കലി മാറും. ഓക്കെ, അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും, അല്ലെങ്കിൽ അവരെ സാലറി മാറും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാറും, ആ ഡീറ്റെയിൽസും മാറും. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? ഇനി മൂന്നാമത്തെ റിട്ടയർമെന്റ്. ഓക്കെ, പിന്നെ ഡെത്ത്. ഇത് 4 സിറ്റുവേഷൻ ആണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഈ 4 സിറ്റുവേഷനിലാണ് നമ്മൾ എഗ്രിമെന്റ് മാറുക. അതായത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഒരു 3 പാർട്ട്നേഴ്സ് ഉണ്ട്, അവര് 3 ആളും എന്ത് ചെയ്യുന്നത്, അവരെ ഓൾറെഡി ഉള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന് പകരം ഒരു പുതിയ റേഷ്യോ ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അഡ്മിഷൻ. ഒരാൾ പുതിയതായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. മൂന്നാമത്തത് റിട്ടയർമെന്റ്. ഒരാൾ റിട്ടയർ ചെയ്തിട്ട് പോകുമ്പോൾ അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. നാലാമത്തത് ഡെത്ത്. ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. അതിന്റെ മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓക്കെ, അത് നമ്മുടെ ബേസ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്ന വെച്ചാല്, ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ചില ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റ് സെയിം ആയിരിക്കും. എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് നമുക്ക് ഫസ്റ്റ് പഠിക്കാം. കാരണം അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണ്ട, അഡ്മിഷനിൽ ഒരു വട്ടം പഠിച്ച്, റിട്ടയർമെന്റിൽ ഒരു വട്ടം പഠിച്ച്, ഡെത്തിൽ ഒരു വട്ടം പഠിച്ച്, പിന്നെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഒരു വട്ടം പഠിച്ച്, നിങ്ങളെ തല ഇങ്ങനെ പൊന്തി വരും, എന്നിട്ട് പൊട്ടിപ്പോകും. അതിനെക്കടിച്ച് ഓരോരുത്തർ പഠിച്ചാൽ മതി. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? അതായത് ഒന്നുകൂടി ഞാൻ എഴുതിത്തരാം. റീകോൺസ്റ്റിറ്റ്യൂഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിറ്റുവേഷൻ. ഓക്കെ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡിസൊല്യൂഷൻ വരൂലേ മക്കളെ? അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ 4 സിറ്റുവേഷൻ ആണ്. ഇത് ഞാൻ നോട്ട് തന്നിട്ടുണ്ടാവില്ല, വേണമെങ്കിൽ എഴുതിക്കോ. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഞാൻ എന്താ പറയുന്ന വെച്ചാല് ശ്രദ്ധിക്കും, ചില ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റ് ഈ 4 സിറ്റുവേഷനിലും സെയിം ആണ്. 4 സിറ്റുവേഷനിൽ എന്താണ്? സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പറഞ്ഞുതരാം. എന്താ സംഭവിക്കുന്നത് ഫസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറയാം, റീവാലുവേഷൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് റീവാലുവേഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാ നല്ലത്. റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ എന്താ പറയുന്ന വെച്ചാൽ, ഒരു പാർട്ട്ണർഷിപ്പിൽ ഇഫ് ദർ ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, റീവാലുവേഷൻ ഷുഡ് ബി ഡൺ. മാൻഡേറ്ററി ആണെന്ന് ചോദിച്ചാൽ മാൻഡേറ്ററി ആണ്, പക്ഷെ ആരും ചെയ്യാണ്ടിരിക്കൂല. ഓക്കെ, മാൻഡേറ്ററി ആണെന്ന് ചോദിച്ചാൽ മാൻഡേറ്ററി ആണ്, പക്ഷെ ചില ആൾക്കാർ ചെയ്യാണ്ട് നിൽക്കും. ഓക്കെ, ഫൈൻ, അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, ശ്രദ്ധിക്കും. റീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് ദർ ഈസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇഫ് ദർ ഈസ് അഡ്മിഷൻ, ഇഫ് ദർ ഈസ് റിട്ടയർമെന്റ്, ഇഫ് ദർ ഈസ് ഡെത്ത്, നമ്മൾ എന്ത് ചെയ്യണം?
റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ചെയ്യണം. എന്തിനാ ചെയ്യുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആർക്കുള്ളതാ? നമ്മുടെ പ്രോഫിറ്റ് ആർക്കുള്ളതാ? പാർട്ട്നേഴ്സിനുള്ളതാ അല്ലെ? ആരും കമന്റ് ചെയ്തില്ല. പാർട്ട്നേഴ്സിനുള്ളത് എല്ലാവർക്കും അറിയാലോ, അതിൽ ഡൗട്ട് ഉണ്ടാ? ഓക്കെ, പാർട്ട്നേഴ്സിനുള്ളതാണ് എന്ത്? പ്രോഫിറ്റ്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. ഞാൻ എല്ലാം എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, എയും ബിയും പാർട്ട്ണർ ആയിട്ടുണ്ട്. 3:2 ആണ് അവരെ റേഷ്യോ. എത്രയാണ് റേഷ്യോ? 3:2 റേഷ്യോ. ഓക്കെ, എന്താ റേഷ്യോ? 3:2 റേഷ്യോ. അവരൊരു അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പണ്ട്. അപ്പൊ അന്ന് പണ്ട് ഒരു അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1/4/2019 ഒരു അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ലാൻഡ് ആണ് 10,000 rupees. അതെന്താണ്? ലാൻഡ് ആണ് 10,000 rupees. അവരെന്ത് ചെയ്യുന്ന വെച്ചാല് 1/4/2020 അവരൊരു പുതിയ പാർട്ട്ണറിനെ എടുത്ത്, ആ പാർട്ട്ണറിന്റെ പേരാണ് സി. ആ പാർട്ട്ണറിന്റെ പേരാണ് എന്ത്? സി. ഓക്കെ, ഞാൻ അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1. എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? 3:2:1. ചില ആൾക്കാർ വിചാരിക്കും ഇത് കാണുമ്പോൾ അവരെ പ്രോഫിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അല്ല, പ്രോഫിറ്റ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെയിറ്റ്, അതായത് 1/4/2020 ഞാൻ എന്ത് ചെയ്ത്? സീന അഡ്മിറ്റ് ചെയ്ത്. ഓക്കെ, അഡ്മിഷനാ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത്. അഡ്മിഷൻ മാത്രമല്ല, എല്ലാ സിറ്റുവേഷനിലും സെയിം ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും സെയിം ലോജിക്കാണ്. ഓക്കെ, 1/4/2020 ഞാൻ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, സീനെ അഡ്മിറ്റ് ചെയ്താൽ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളിപ്പോ സീനെ അഡ്മിറ്റ് ചെയ്ത്, ഓക്കെ, സീനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ 3:2:1 ആയതുകൊണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സെയിം ആണ്. അല്ല, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സെയിം ഒന്നും ആവുന്നില്ല, മാറുന്നുണ്ട്. ഓൾഡ് 3:2, ഇപ്പൊ 3:2:1. അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറെ ഭാഗം കൺസെപ്റ്റ് ക്ലിയർ ആവും. അതായത് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ, സീനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം, സീനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റീവാല്യൂ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. റീവാല്യൂ ചെയ്തില്ല. ഒരാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ അഡ്മിറ്റ് ചെയ്ത ഡേറ്റ് മുതൽ അടുത്ത ദിവസം മുതൽ, ആ ഡേറ്റ് മുതലുള്ള ഏത് പ്രോഫിറ്റ് ആയാലും, എന്ത് അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും, ആ പാർട്ട്ണറിനും ആ റൈറ്റ് ഉണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. ഓക്കെ, ഒരു പുതിയൊരു പാർട്ട്ണറിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ഡേറ്റിനാണോ അഡ്മിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ ആ പാർട്ട്ണറിന് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ മേലെ ഒരു റൈറ്റ് ഉണ്ട്, ലയബിലിറ്റീസിന്റെ മേലെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, അതേപോലെ പ്രോഫിറ്റിന്റെ മേലെ ഒരു റൈറ്റ് ഉണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇനി സീനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അന്ന് എന്ത് ചെയ്തിട്ടില്ല? റീവാലുവേഷൻ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 രൂപ, ഓക്കെ, ആ 10,000 റുപ്പീസിന്റെ അസറ്റ് വാങ്ങിച്ചത് ആരെ പൈസനെ കൊണ്ടാ? എൻ്റെയും ബിന്റെയും പൈസനെ കൊണ്ട്. ശരിയല്ലേ? ഇനി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 1/4/2020 ഈ ലാൻഡിന്റെ വാല്യൂ 1,10,000. എത്രയാന്ന്? 1,30,000. ഓക്കെ, 1,30,000. എത്രയാണ്? 1,30,000. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 1,30,000 1/4/2020 നമ്മുടെ അസറ്റിന്റെ വാല്യൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റീവാലുവേഷൻ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്? സി എന്ന് പറയുന്ന പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞു. ഓക്കെ, 10 ദിവസം കഴിഞ്ഞപ്പോ 10/4/2020 ആയി. അന്നും ഈ ലാൻഡിന്റെ വാല്യൂ 1,30,000 തന്നെയാണ്, ഒരു മാറ്റമൊന്നുമില്ല. 10 ദിവസം കൊണ്ട് വലിയ സംഭവമൊന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാല്, ആ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അസറ്റ് സെയിൽ ഓഫ് ലാൻഡ് നടത്തിയപ്പോൾ നമുക്ക് ലാഭം എത്ര കിട്ടി? 1,20,000 കിട്ടി. കാരണം നിങ്ങൾക്കറിയാം, സെയിൽ വാല്യൂ മൈനസ് ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. നിങ്ങൾ വാങ്ങിച്ചത് 10,000 രൂപക്ക്, നിങ്ങൾ വിറ്റത് 1,30,000 രൂപക്ക്. നിങ്ങൾക്ക് എത്രയാ പ്രോഫിറ്റ് കിട്ടിയത്? 1,20,000.
ഓക്കെ, ഈ 1,20,000 പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 10/4 കിട്ടിയത് കൊണ്ട്, 10/4 ഈ വിറ്റ ലാഭം കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഈ പ്രോഫിറ്റ് ആർക്കൊക്കെ കൊടുക്കണം? എക്കും കൊടുക്കണം, ബിക്കും കൊടുക്കണം, സിക്കും കൊടുക്കണം. അതായത് അവരവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1,20,000 ഇൻറ്റു ഫസ്റ്റ് കേസിൽ ഞാൻ ഇക്വേഷൻ കാണിച്ചു തരാം, പിന്നെ ഞാനൊന്നും കാണിക്കൂല. 3/6 എത്രയാണ്? 60,000, ഇവിടെ 40,000, ഇവിടെ 20,000. ഐ ആം റൈറ്റ്, ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, 60, 40, 20. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി ഈ ലാൻഡ് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, സി എന്ത് ചെയ്തിട്ടില്ല? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷേ സി കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ട് സി എന്ത് ചെയ്ത് സി പാർട്ട്ണറായി വന്ന ഉടനെ ആ അസറ്റ് വിറ്റിട്ട് 20,000 ലാഭം എടുത്തത് സിന്റെ പ്രശ്നമല്ല. കാരണം സി ഒരു പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ ആയതിനു ശേഷമുള്ള ലാഭമായാലും നഷ്ടമായാലും സി വേറെയാണ്. ഓക്കെ, ഈ കേസിൽ ലാഭം ഉണ്ടാകുന്നത്, ചില കേസിൽ നഷ്ടമായിരിക്കും ഉണ്ടാവുക സിക്ക്. ഓക്കെ, ഈ കേസിൽ എന്താ ഉണ്ടാകുന്നത്? ലാഭം. ശരിക്കും ഈ ലാഭം എന്ന് പറയുന്നത് ഒരു അൺഡ്യൂ ബെനിഫിറ്റ് അല്ലെ? അൺഡ്യൂ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കാൻ പറ്റാത്ത ഒരു ബെനിഫിറ്റ്, അതായത് ഇന്റഗ്രിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എന്താ സത്യസന്ധത ഇല്ലാത്ത ഒരു ബെനിഫിറ്റ്, അൺഡ്യൂ ബെനിഫിറ്റ് എന്ന് പറയാം. അതായത് അവർക്ക് കിട്ടാൻ പറ്റാത്ത ഒരു അർഹതപ്പെടാത്ത ഒരു കാര്യം കിട്ടി, അതാ സംഭവം, അതിന്റെ മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, ഈ അൺഡ്യൂ ബെനിഫിറ്റ് കിട്ടി 20,000. ശരിക്കും ഇത് കൊടുക്കാൻ പറ്റുമോ? മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, അതായത് എയും ബിയും ആണ് എന്ത് ചെയ്തത്? ആ അസറ്റ് വാങ്ങിച്ചത്. അത് മാത്രല്ല 1/4/2020 ആ അസറ്റിന്റെ വാല്യൂ 1,30,000 ആണ്. പിന്നെ പൈസ ഒന്നും മാറുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ആ ലാൻഡ്, ഓക്കെ ശ്രദ്ധിച്ച എല്ലാവരും, ലാൻഡ് 1/4/2020 വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര ലാഭം കിട്ടും? 1,20,000 കിട്ടും. ഡൗട്ട് ഉണ്ടോ മക്കളെ? സെയിം പ്രോഫിറ്റ് തന്നെയല്ലേ കിട്ടുന്നത്. പക്ഷേ ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോ അവർക്ക് എങ്ങനെ കിട്ടുക? 3:2. അതായത് 1,20,000 into 3/5, that is equal to 72,000. തെറ്റുണ്ടെങ്കിൽ പറയണം. 72,000, 48,000. ഇതല്ലേ ശരി മക്കളെ? ഇതല്ലേ ശരി? നോക്കിയാട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് 1 lakh, അതായത് എക്ക് 72,000 കിട്ടേണ്ട പ്രോഫിറ്റ് ആണ് ഇപ്പം കിട്ടിയത്. എത്രയാ? 60,000. ഇപ്പൊ എത്രയാ കിട്ടിയത്? 60,000. അതേപോലെ ബിക്ക് 48,000 കിട്ടേണ്ട അടുത്ത് ബിക്ക് എത്ര കിട്ടിയത്? 40,000. അതായത് എക്കും ബിക്കും കിട്ടേണ്ട പ്രോഫിറ്റ് കുറയുന്ന, ആ കുറയുന്ന പ്രോഫിറ്റ് ആർക്കാ കിട്ടുന്നത്? സിക്ക്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ഇഫ് there is any reconstitution of partnership, we should revalue assets and liabilities. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. നിങ്ങൾ സാധാരണ എന്താ പഠിക്കുക? റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ഇത്, ക്രെഡിറ്റ് സൈഡ് അത്, അങ്ങനല്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. എന്തിനാണ് ഇത് ചെയ്യുന്നത്? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാല്, ഇത് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്കും ബിക്കും എഫക്ട് ചെയ്യുന്ന, സിക്ക് ബെനിഫിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഇതിന്റെ ഉൾട്ടയും വരും. എങ്ങനെയാ? ഓപ്പോസിറ്റ്. എക്കും ബിക്കും ബെനിഫിറ്റ് കൂടുതലായിരിക്കും, സിക്ക് എന്തായിരിക്കും? നഷ്ടമായിരിക്കും. അങ്ങനെ ഒന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോകാം. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ജനറലി എന്ത് പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് എക്സ്പെൻസും ഇൻകവും ട്രീറ്റ് ചെയ്യുന്ന അക്കൗണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഇതിന്റെ വേറൊരു പേരാണ് പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. എന്താ പേര്? പി ആൻഡ് എൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. നിങ്ങൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് രണ്ടാമതോട്ടം ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം, മാൻഡേറ്ററി ആണ്. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഓക്കെ, ഇതിന്റെ വേറൊരു നെയിം ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. എന്താണ് ഇതിൽ ട്രീറ്റ് ചെയ്യുക? ഒന്നുമില്ല, അതും ലോജിക്ക് നമുക്ക് പഠിക്കാം.
എങ്ങനെയാണ് ഈ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഓക്കെ, ഫേർണിച്ചർ 10,000. ഓക്കെ, ക്രെഡിറ്റേഴ്സ് 25,000, മെഷീനറി 30,000. ഓക്കെ, ഇതാണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് റീവാലുവേഷൻ ഈസ് മെയ്ഡ് ആസ് അണ്ടർ. Revaluation is made as under. Revaluation is made as under. അതായത് ക്രെഡിറ്റേഴ്സ് valued 24,000. Okay, furniture valued 8,000, machinery valued 35,000. ഓക്കെ, ഇങ്ങനെയാണ് റീവാലുവേഷൻ തന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു എക്സാമ്പിളോട് നമ്മൾ തീർക്കും. അതായത് നമുക്ക് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ഉണ്ടാവാം, ലയബിലിറ്റീസ് ഉണ്ടാവാം. അസറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് നമുക്ക് അസറ്റിനെ പറയാം. അതായത് നമുക്ക് റീവാലുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം റൂട്ട് ചെയ്യുന്നത് ഒരു അക്കൗണ്ട് ത്രൂ ആണ്. ആ അക്കൗണ്ടിന്റെ പേരാണ് റീവാലുവേഷൻ അക്കൗണ്ട്. അത് നമുക്ക് നോമിനൽ അക്കൗണ്ട് എന്ന് പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയാം, എന്തും പറയാം. അതായത് ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റിന്റെ ലയബിലിറ്റീസിന്റെ റീവാലുവേഷൻ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ, അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ഓക്കെ, നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഓക്കെ, അപ്വേർഡ് റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യാം, ഇൻക്രീസ് ഇൻ അസറ്റ്. ഓക്കെ, അസറ്റിന്റെ പൈസ ഫോർ എക്സാമ്പിൾ 30,000 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് തരുന്നത്. ഓക്കെ, മെഷീനറിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 35,000. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന ചോദ്യം. അതായത് ഇതിനാണ് നമ്മൾ പറയാ അപ്വേർഡ് റീവാലുവേഷൻ. അതായത് മെഷീനറിന്റെ ശരിക്കും വാല്യൂ എത്രയാ? 30,000. മെഷീനറിന്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാ? 35,000. എങ്ങനെയാണ് അപ്വേർഡ് റീവാലുവേഷൻ ട്രീറ്റ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചോ എല്ലാവരും? നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ മക്കളെ? അസറ്റ് ഇൻക്രീസ് അല്ലേ ചെയ്യുന്നത്? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? എല്ലാവർക്കും അറിയാം, ഡെബിറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ക്യാഷ് പോകുന്നുണ്ടോ റീവാലുവേഷൻ ചെയ്യുമ്പോൾ? ഇല്ല, പോകുന്നില്ല. നമ്മൾ തന്നെ റീവാല്യൂ ചെയ്യാം നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മുടെ ക്യാഷ് പോവോ? ഇല്ല, പോവില്ല. റീവാലുവേഷന്റെ ടൈം ക്യാഷ് പോവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അല്ല, ടു റീവാലുവേഷൻ. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. അപ്വേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ ഇതാ ജേർണൽ എൻട്രി. ലോജിക്ക് ചിന്തിച്ചാൽ മതി. ഇനി ഡൗൺവേർഡ് റീവാലുവേഷൻ ആണെങ്കിൽ നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്താ ടു അസറ്റ് നമുക്കറിയാം. എന്താ ഡെബിറ്റ് ചെയ്യേണ്ടതെന്നോ? ഡെബിറ്റ് ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട്. എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്. ഇനി ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഷുഡ് ബി ക്രെഡിറ്റഡ്. അതുകൊണ്ട് ടു ലയബിലിറ്റി എന്നാൽ എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? നിങ്ങൾ ഈ അസറ്റ് ലയബിലിറ്റി മാത്രം ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരാ? റീവാലുവേഷൻ. അങ്ങനെ അതന്നെയാണ് ലോജിക്. ഓക്കെ, അതായത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലയബിലിറ്റി. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണ്. ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആണെങ്കിലോ? ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റി ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ലയബിലിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതൊരു റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ അവിടെ എന്തുണ്ട്? ഒരു പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അവിടെ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു പ്രോഫിറ്റ് ഉണ്ട്, ഒരു ലോസ് ഉണ്ട്. ഇതെല്ലാം നോമിനൽ അക്കൗണ്ട് ആണ്. അതേപോലെ തന്നെ ഈ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. നിങ്ങൾ ഈ എല്ലാ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ സാധാ റൂൾ, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ്,
ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ലോസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഈ ലോസ് ഓർ പ്രോഫിറ്റ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഈ ലോസ് ഓർ പ്രോഫിറ്റ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഈ ലോസ് ഓർ പ്രോഫിറ്റ് ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആർക്കാണെന്ന് വെച്ചാൽ ഓൾഡ് പാർട്ട്നേഴ്സ്. ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാ? ഓൾഡ് പാർട്ട്നേഴ്സ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? ഓൾഡ് പാർട്ട്നേഴ്സ്. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കും. അതായത് എന്തുകൊണ്ടാണ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ് എന്ത് ചെയ്തത്? റീവാല്യൂ ചെയ്തത്. ഓക്കെ, ഓൾഡ് പാർട്ട്നേഴ്സിനെ റിലേറ്റ് ചെയ്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? റീവാല്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിനാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾഡ് പാർട്ട്നേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യാം. പറയുന്ന മനസ്സിലായിക്കോ? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഇനി സർ അഡ്മിഷൻ ആവുമ്പോ ഏതാ റേഷ്യോ? എല്ലാ കേസിലും അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിക്കോട്ടെ, ഏത് കേസ് ആയാലും 4 കേസിലും റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടോ അത് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് കൊടുക്കേണ്ടത്. കാരണം അത് ഓൾഡ് പാർട്ട്നേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പുതിയ ആളെ റിലേറ്റഡേ അല്ല. പുതിയ ആൾക്ക് റിലേറ്റഡ് ആണെങ്കിൽ മാത്രമേ അയാൾക്ക് കൊടുക്കാൻ പറ്റും. അയാൾക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ പണ്ടത്തെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ? ആ നമ്മൾ പറഞ്ഞ നേരത്തെ എക്സാമ്പിളില്, ഓക്കെ, ആ ലാൻഡ് വാങ്ങിച്ചപ്പോ 10,000 റുപ്പീസ് സി പൈസ തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയോട്ടെ, നമുക്കത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയത്, നമുക്ക് ആ ആൻസർ ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയത് ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചിരുന്ന പേജ്, ഓക്കെ, ലാൻഡ് 1/4/2020 1,20,000 എന്ന് പറയുന്നത്, ആ പേജില് നമ്മൾ ഈ പാർട്ട്നേഴ്സിനെ 72,000 48,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് തന്നെ. അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? അയാൾക്കും കൊടുത്തു, ഒരു പ്രശ്നവും അങ്ങനെ പോവാം. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കും, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 1/4/2020 റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 1/4/2020 നമ്മൾ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസറ്റിന്റെ വാല്യൂ 1,30,000 ആയിരിക്കും. ഇനി 10/4/2020 നമ്മൾ ആ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ 1,30,000 വിറ്റ് കഴിഞ്ഞാൽ അതിലൊരു ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറിന് അൺഡ്യൂ ബെനിഫിറ്റ് ഇല്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ടാ? അൺഡ്യൂ ബെനിഫിറ്റ് ഇല്ല, അവർക്ക് കറക്റ്റ് ബെനിഫിറ്റാ കിട്ടും. ശ്രദ്ധിക്ക്, 1/4/2020 നമ്മൾ റീവാല്യൂ ചെയ്തെന്ന് വിചാരിക്കും 1,30,000 എന്നിട്ട് 10/4/2020 നമ്മൾ എന്ത് ചെയ്ത്? ആ അസറ്റിന്റെ റീവാലുവേഷൻ 10/4/2020 നമ്മൾ ആ അസറ്റ് വിറ്റു, സെയിം 1,30,000. അങ്ങനെയാണെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാല് എല്ലാ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റേജിലും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ അതിന്റെ ജേർണൽ എൻട്രീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. ഇൻക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ അസറ്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ, ഡിക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ലയബിലിറ്റി, പിന്നെ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആണെങ്കിൽ ലയബിലിറ്റി അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. അന്നേരം അതൊരു നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോഫിറ്റ് ഓർ ലോസ് വരും. ആ പ്രോഫിറ്റ് ഓർ ലോസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്രോഫിറ്റ് ഓർ ലോസ് എന്ത് ചെയ്യണം? നിങ്ങൾ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഏത് പാർട്ട്നേഴ്സിനാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സ്. ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സ്. അത് അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിക്കോട്ടെ. നമ്മൾ എല്ലായിടത്തും പുതിയതായിട്ട് പഠിക്കണ്ട, ഞാൻ പറയുന്ന പോലെ പഠിച്ചാൽ മതി. ഓൾഡ് പാർട്ട്നേഴ്സ്, ഞാൻ പറയുന്ന വേർഡ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. ഓൾഡ് പാർട്ട്നേഴ്സ്. ഓക്കെ ആണോ? പ്രശ്നമൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ 4 ഐറ്റംസ് ആണ്. അസറ്റിന്റെ ഇൻക്രീസ്, ഡിക്രീസ്, ലയബിലിറ്റി ഇൻക്രീസ്, ഡിക്രീസ്. അതേപോലെ ചില സിറ്റുവേഷനിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റോ ലയബിലിറ്റിയോ ഉണ്ടാവില്ല. ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാവില്ല? അസറ്റോ ലയബിലിറ്റിയോ ഉണ്ടാവില്ല. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാവും. അതിനാണ് നമ്മൾ പറയുക ന്യൂ അസറ്റ് ഓർ ന്യൂ ലയബിലിറ്റി. ന്യൂ അസറ്റ് ആയിക്കോട്ടെ, ന്യൂ ലയബിലിറ്റി ആയിക്കോട്ടെ, ഓക്കെ, ന്യൂ അസറ്റ് ആയിക്കോട്ടെ, ന്യൂ ലയബിലിറ്റി ആയിക്കോട്ടെ, ഇത് രണ്ടും ഇൻക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. ആ സെയിം ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ
നമ്മളോട് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് there is an unrecorded asset. Unrecorded asset എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ് ചെയ്യാത്ത ഒരു അസറ്റ് ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അക്കൗണ്ടന്റ് മറന്നുപോയി റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ റീവാലുവേഷന്റെ ടൈം റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ അസറ്റ് ആണ്. അന്നേരം ജേർണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി there is an unrecorded liability ആണെങ്കിൽ അത് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ലയബിലിറ്റി. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഇനി അടുത്ത ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് എമൗണ്ട് എടുക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് എമൗണ്ട് എടുക്കേണ്ടത്, എത്ര എമൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഓക്കെ, അതിനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഇതാണ് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ്. ജസ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട് ഡേറ്റ് കോൾ ഒന്നും വേണ്ട, കാരണം ഫോർ ദ ഇയർ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഡെബിറ്റ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഫേർണിച്ചറിന്റെ വാല്യൂ 10,000 റുപ്പീസ് ആണുള്ളത്. പക്ഷെ ഫേർണിച്ചറിന്റെ വാല്യൂ റീവാലുവേഷനിൽ പറയുന്ന എത്രയാണ്? 8,000 ആണ്. ഇത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഡിക്രീസ് ആണ്. എന്താണ്? ഡിക്രീസ്. എത്രയാ ഡിക്രീസ്? നിങ്ങൾ 10,000 കാണിക്കണോ 8,000 കാണിക്കണോ? എത്രയാ കാണിക്കണ്ടേ? 2,000 കാണിക്കണ്ടേ? എത്രയാ കാണിക്കണ്ടേ? 2,000. എത്രയാ കാണിക്കാം? 2,000. കാരണം ആ ഡിഫറൻസ് മാത്രമേ കാണിക്കാൻ പറ്റൂ. ആ എന്ത് കാണിക്കാൻ പറ്റൂ? ഡിഫറൻസ് മാത്രമേ കാണിക്കാൻ പറ്റൂ. ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനെ പഠിക്കുക. ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യും. വെയിറ്റ്. അന്നേരം ഇത് ഡിക്രീസ് ഇൻ അസറ്റ് ആയതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫേർണിച്ചർ നിങ്ങളെല്ലാം പറയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഡിക്രീസ് ഇൻ ഫേർണിച്ചർ ആണെങ്കിൽ ജേർണൽ എൻട്രി എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫേർണിച്ചർ. ടു ഫേർണിച്ചർ എത്ര എമൗണ്ട്? 2,000 റുപ്പീസ്. ഓക്കെ, എത്ര എമൗണ്ട്? 2,000 റുപ്പീസ്. കാരണം 10,000 മൈനസ് 8,000 അത് മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. ഇനി നമ്മളോട് പറയുന്നത് അടുത്ത മെഷീനറി 30,000. മെഷീനറി എത്രയാണ്? 30,000. മെഷീനറി എത്ര ഇപ്പം വാല്യൂ ഉള്ളത്? 35,000. ഇത് ഇൻക്രീസ് ഇൻ അസറ്റ് ആണോ ഡിക്രീസ് ഇൻ അസറ്റ് ആണോ? ഇൻക്രീസ് ഇൻ അസറ്റ്. ഇൻക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ എന്താ ജേർണൽ എൻട്രി? അസറ്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. എന്താണ് അസറ്റ്? മെഷീനറി അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ പറയണം എന്താ? മെഷീനറി അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. എത്ര എമൗണ്ട് കാണിക്കണം? നമ്മൾ അത് കാണിക്കേണ്ടത് ബൈ മെഷീനറി. ഓക്കെ, ബൈ മെഷീനറി എത്ര എമൗണ്ട് കാണിക്കേണ്ടത്? 5,000. ആ ഡിഫറൻസ് മാത്രം കാണിച്ചാൽ മതി. ഇനി ലാസ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലാബിലിറ്റി ആണ്. അത് 25,000 ആവുള്ളത്. ഇപ്പം പറയുന്നത് വെച്ചാൽ നമ്മളോട് 24,000 ആവുള്ളൂ. ഇൻക്രീസ് ഇൻ ലാബിലിറ്റി ആണോ ഡിക്രീസ് ഇൻ ലാബിലിറ്റി ആണോ? അതൊരു ഡിക്രീസ് ഇൻ ലാബിലിറ്റി ആണ്. എന്താണ്? ഡിക്രീസ് ഇൻ ലാബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യുക? ജേർണൽ എൻട്രി എന്താണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ ബൈ ക്രെഡിറ്റേഴ്സ്. എത്ര എമൗണ്ട്? 1,000 റുപ്പീസ്. കാരണം അതും ആ ഡിഫറൻസ് 25,000 മൈനസ് 24,000. ഒരു കാലത്ത് മനസ്സിലാക്കരുത് എല്ലാ ക്വസ്റ്റ്യനിലും ഡിഫറൻസ് എടുക്കേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ ഞാൻ മാറ്റി മാറ്റി പറയും. മാറ്റി മാറ്റി പറയാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓരോ വേർഡിങ്സിനനുസരിച്ച് നമ്മൾ ആൻസർ മാറും. ക്വസ്റ്റ്യനിൽ കുറെ വേർഡിങ്സ് ഉണ്ട്. ഇത് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം എന്ത് ചെയ്ത് ഇങ്ങനെ ചെയ്തു. ഓക്കെ, 1,000. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഓട്ടോമാറ്റിക് നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ. എന്താണ്? ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ. ഈ ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ എന്ന് പറയുന്നത് ആർക്കുള്ളതാ? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട് എ ബി. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ബാലൻസ് ഷീറ്റിന്റെ ഇവിടെ എഴുതി വെക്കാം. എയും ബിയും പാർട്ട്നേഴ്സ് ആണ് 3:2 റേഷ്യോ. ഓക്കെ, സിന്റെ റേഷ്യോ 1/6. പുതിയ ആളാണ് സി, ന്യൂ പാർട്ട്ണർ. ഓക്കെ, നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്നും എഴുതി വെക്കണം നിർബന്ധമില്ല. ന്യൂ പാർട്ട്ണർ സി 1/6. പക്ഷെ സിക്ക് കൊടുക്കണം ഈ പ്രോഫിറ്റ് വേണ്ട. ആർക്കാ കൊടുക്കണ്ടു? ഓൾഡ് പാർട്ട്നേഴ്സിനാ കൊടുക്കണ്ടു. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 4,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ബാലൻസിങ് ഫിഗർ ആണെങ്കിൽ ഞാൻ എപ്പം റൗണ്ട് ചെയ്തിടും. ഓക്കെ, ബാലൻസിങ് ഫിഗർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്തിടും. അതുകൊണ്ട് തന്നെ ഈ 4,000 നമ്മൾ എന്ത് ചെയ്യണം? എക്കും ബിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് 4,000 ഇൻറ്റു 3/5. എത്രയാ വരാ? 4,000 ഇൻറ്റു 3/5 എന്ന് പറയുന്നത് 2,400. അതേപോലെ മറ്റേ ആൾക്ക് 1,600. ഇതാണ് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ബേസിക് നോളജ്. ഓക്കെ, ഇതില് നമ്മള് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണമെന്ന് ചോദിച്ചാൽ കുറച്ച് വേർഡിങ്സിന്റെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കാനുണ്ട്. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇത് ജേർണൽ എൻട്രി വെച്ചിട്ടാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനിയിപ്പോ
ഒരു ഷോർട്ട് കട്ട് ഉണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇത് ബൈ ഹാർട്ട് സെൻസ് ആണ്, ഇതൊന്നും പഠിക്കരുത്, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇൻക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ് സൈഡിൽ, ഡിക്രീസ് ഇൻ ലയബിലിറ്റി. ഓക്കെ, ഡിക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ട ഐറ്റംസ്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാനെല്ലാം പണ്ട് +2 പഠിക്കുമ്പോൾ ഇങ്ങനെ ബൈ ഹാർട്ടാണ് പഠിച്ചത്, പക്ഷെ അതെല്ലാം വേസ്റ്റ് ആണ്. നമ്മളിപ്പം ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. ജേർണൽ എൻട്രി പഠിച്ചാൽ മതി. ഓക്കെ, കൺസെപ്റ്റ് ആണ് എപ്പോഴും ഇമ്പോർട്ടന്റ്, വേറൊന്നുമല്ല. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് ഇങ്ങനെയാണ്. ഇനി ഇതല്ലാണ്ട് ഇതല്ലാണ്ട് വേറെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നോമിനൽ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് or losses. Debit all expenses or losses. Credit all incomes or gains. Okay. ഇനി സർ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് അല്ലെ? ഇവിടെ എങ്ങനെ വരുന്നത്? ഇവിടെ എങ്ങനെ വരുന്നത് പറഞ്ഞുതരാം. ഒരു അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് അത് നമുക്കൊരു ലോസ് പോലെയാണ്, അല്ലെങ്കിൽ ലോസാണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത് നമുക്കൊരു ലോസാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചറാണ്. അതേപോലെ ഒരു ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കൊരു എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ലോസാണ്. 2. അതേപോലെ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കൊരു ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിൻ ആണ്. അതേപോലെ തന്നെ ഒരു ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കൊരു ഇൻകം ആണ്, ഒരു ഗെയിൻ ആണ്. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് ഇങ്ങനെയും പറയാം. പക്ഷെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ട് സെൻസ് ആണ്. ഇത് ബൈ ഹാർട്ട് ആണ്. ഓക്കെ, ഇതും ബൈ ഹാർട്ട് ആണ്. ഇത് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത മാത്രമാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇതോടെ നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന സംഭവം മൊത്തം. ഓക്കെ, അതായത് നിങ്ങൾ ജേർണൽ എൻട്രി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് ജേർണൽ എൻട്രിയിൽ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണേ, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട്. എന്തിനാ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട് എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില ആൾക്കാർക്ക്. എന്തുകൊണ്ടാന്ന് അറിയോ? ഓക്കെ, എന്തുകൊണ്ടാന്ന് അറിയോ മക്കളെ? അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, എന്തുകൊണ്ടാ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് രണ്ടും ഞാൻ തന്നതെന്ന് വെച്ചാല്, ഇത് ഡിഫർ ചെയ്യും. എങ്ങനെ ഡിഫർ ചെയ്യാം? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്യേണ്ടത് നമ്മൾ പഠിപ്പിച്ച ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എഴുതേണ്ടത്. കാരണം റീവാലുവേഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇയർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അതുകൊണ്ട് കറണ്ട് അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, റീവാലുവേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിക്കോ. അതേപോലെ തന്നെ ലോസിന്റെ കേസ് ആയാലും പറയുന്ന മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ എല്ലാവരും? ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ടിലേക്കാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ഇതോടെ ഏകദേശം ഫുൾ ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ റീവാലുവേഷൻ അക്കൗണ്ട് സെയിം നമ്മൾ ഇവിടെ യൂസ് ചെയ്യും, അഡ്മിഷനിൽ യൂസ് ചെയ്യും, റിട്ടയർമെന്റ് യൂസ് ചെയ്യും, ഡെത്ത് യൂസ് ചെയ്യും, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ യൂസ് ചെയ്യും. സെയിം ജേർണൽ എൻട്രീസ്, സെയിം കോൺസെപ്റ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ഓൾഡ് പാർട്ട്നേഴ്സിന്. ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സിന്. വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ജേർണൽ എൻട്രി എങ്ങനെ വരുന്നത്? ഈ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ജേർണൽ എൻട്രി ഉണ്ട്. അതെങ്ങനെ വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ വരുന്നത്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ പ്രോഫിറ്റ് അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, റീവാലുവേഷൻ അക്കൗണ്ടിലെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ജേർണൽ എൻട്രി? റീവാലുവേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിലേറ്റ് ചെയ്ത് നമ്മൾ അന്നേരം ഈസി ആയില്ലേ? ഒരിടത്ത് പഠിച്ചാൽ അപ്പുറത്ത് സെറ്റ് ഓഫ് ആയി. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്, റീവാലുവേഷൻ അക്കൗണ്ടും ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഒരു പ്രശ്നവുമില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഞാൻ പറയാൻ പോകുന്ന കൺസെപ്റ്റ് എല്ലാവരും കുറച്ച് സമയത്തേക്ക് അനങ്ങാണ്ട് നിന്നിട്ട് കേട്ടാൽ മതി. ഓക്കെ, ജനറൽ റിസർവ്.
ട്രീറ്റ്മെന്റ് ഓഫ് ജനറൽ റിസർവ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ കുറെ ഐറ്റത്തിന്റെ ട്രീറ്റ്മെന്റ്സ് റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയം സെയിം ആണ്. അതിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ജനറൽ റിസർവ്. ഇനി എന്താണ് ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എന്താണ് ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു കൊല്ലം ഈ കൊല്ലം പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ കൊല്ലം അല്ല, കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, ഒരു പ്രോഫിറ്റ് ഉണ്ട് അവരുടെ കയ്യിൽ. അവർക്ക് ആ കൊല്ലം കിട്ടിയ പ്രോഫിറ്റ്, ഓക്കെ, എക്കും ബിക്കും 2019 കിട്ടിയ പ്രോഫിറ്റ് 10 lakh rupees ആണെന്ന് വിചാരിക്കും. അവരെന്ത് വിചാരിച്ചു, ഈ 10 lakh rupees പാർട്ട്നേഴ്സ് തമ്മിൽ, ഓക്കെ, പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഒരു 3 ലക്ഷം അല്ലെങ്കിൽ ഒരു 6 ലക്ഷം മാറ്റി വെക്കാന്ന് വിചാരിച്ചു. ആ മാറ്റി വെക്കുന്നതിനേക്കാൾ നമ്മൾ എന്താ പറയാ, ജനറൽ റിസർവ്. എന്താ പറയാ, ജനറൽ റിസർവ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ജനറൽ റിസർവ് ആരതാണ്, അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് ആർക്ക് കിട്ടേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ എക്കും ബിക്കും. ഓക്കെ, ഇത് ആർക്ക് കിട്ടേണ്ടതാണ്, എക്കും ബിക്കും. ഓക്കെ, 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായിനി, അതിൽ 6 ലക്ഷം നമ്മൾ എന്ത് ചെയ്ത് മാറ്റി വെച്ചു. എന്തിന്, ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കണ്ടിൻജൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. അതിനെന്താ പറയാ, ജനറൽ റിസർവ്. 6 lakhs ആ മാറ്റി വെച്ചത്. ഓക്കെ, ഈ 6 lakhs നമ്മൾ എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രോഫിറ്റ് ആണ്. ആരെ പ്രോഫിറ്റ്, എന്റെയും ബിന്റെയും പ്രോഫിറ്റ്. ഇത് എയും ബിയും ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യേണ്ട പ്രോഫിറ്റ് ആണ്. പക്ഷെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ അണ്ടറിൽ ജനറൽ റിസർവ് എന്നിട്ട് ഒരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തു. ലയബിലിറ്റി അല്ല, ക്യാപിറ്റലിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ എന്ത് ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്തു. എന്താ സംഭവിക്കുന്ന വെച്ചാല്, ഓക്കെ, എന്താ സംഭവിക്കുന്ന വെച്ചാല് ഇത് ഡേറ്റ് 1/4/2019 ആണെന്ന് വിചാരിക്കും. 1/4/2020 ഓക്കെ, 1/4/2020 സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഇപ്പൊ പുതിയ റേഷ്യോ A:B:C എന്ന് പറയുന്നത് ഓക്കെ 3:2:1. ഓക്കെ അല്ലേ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതായത് 1/4/2020 സീനെ അഡ്മിറ്റ് ചെയ്ത ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായി, 3:2:1 ആയി. പക്ഷെ ആ അഡ്മിറ്റ് ചെയ്ത ടൈം അവർ ജനറൽ റിസർവ് ടച്ച് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല വിചാരിക്കും. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നില്ലേ? അതായത് ജനറൽ റിസർവ് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് 10/4/2020 ഈ 3 പാർട്ട്നേഴ്സ് കൂടിയിട്ട് തീരുമാനം എടുത്ത് ഈ ജനറൽ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഈ ജനറൽ റിസർവ് എന്ത് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഷീറ്റിലെ എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റീസും എല്ലാ പ്രോഫിറ്റും ആർക്കുള്ളതാ, പാർട്ട്നേഴ്സിനുള്ളതാ. ആ ഡേറ്റിനുള്ള പാർട്ട്നേഴ്സിന് ഓട്ടോമാറ്റിക്കലി സിക്ക് 1/4/2020 മുതൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ആ സ്ഥാപനത്തിന്, അതിനെല്ലാം സിക്ക് റൈറ്റും ഉണ്ട് ഒബ്ലിഗേഷനും ഉണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഈ ജനറൽ റിസർവ് എന്ന് പറയുന്ന 6 lakh rupees ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഓക്കെ, 3 lakh, 2 lakh, 1 lakh. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സി എന്ന് പറയുന്ന ഒരു പാർട്ട്ണറിന് ഈ 1 lakhൽ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? ഇല്ല. കാരണം അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോഫിറ്റ് ഒന്നല്ല, എയും ബിയും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോഫിറ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് അവര് 10/4 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് സിക്ക് കൊടുക്കേണ്ട വന്നു. അതുകൊണ്ട് തന്നെ സിക്ക് 1 lakh കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1/4/2020 ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ 6 lakhs rupees ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 lakh into 3/5 എന്ന് പറയുന്നത് 3,60,000 rupees എക്കും കിട്ടും, 2,40,000 ആർക്കും കിട്ടും, ബിക്കും കിട്ടും. അതായത് എക്ക് 60,000 rupees ലോസ്, ബിക്ക് 40,000 ലോസ്, സിക്ക് അൺഡ്യൂ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 lakh rupees. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നത്, if there is general reserve in the balance sheet, if there is any general reserve in the balance sheet, it should be distributed to old partners. ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാ? ഓൾഡ് പാർട്ട്നേഴ്സ്. എന്തുകൊണ്ടാ? അത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ആണ്. ഡൗട്ട് ഉണ്ടാ? അത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ആണ് അല്ലേ? അതല്ല നമ്മളിപ്പോ ലോജിക്ക് പറഞ്ഞത്. അവരും 2 ആൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രോഫിറ്റ് നമ്മൾ എന്തിനു പുതിയ ആൾക്കാർക്ക് കൊടുക്കണം? ഓക്കെ,
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മളോട് ക്വസ്റ്റനിൽ പറയുന്നുണ്ടോ ക്വസ്റ്റനിൽ പറയുന്നില്ലയോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? അടുത്ത ഡൗട്ട്. ഓക്കെ, നമ്മളെല്ലാം ജേർണൽ എൻട്രി വെച്ച് നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞു. ജേർണൽ എൻട്രിയിലേക്ക് പോവാം. എന്താ ജേർണൽ എൻട്രി? ജനറൽ റിസർവ് എന്ന് പറഞ്ഞ ഒരു പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിനൊപ്പം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം ക്ലോസ് ചെയ്യണമെങ്കിൽ, സീറോ ആക്കണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇത് ഡെബിറ്റ് ചെയ്ത് ആർക്ക് കൊടുക്കുന്നത്? പാർട്ട്നേഴ്സിനെ കൊടുക്കുന്നത്. എന്നിട്ട് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് നമ്മൾ സീറോ ആക്കണമെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പാർട്ട്നേഴ്സിന്. നമ്മൾ എന്ത് ചെയ്യുക? ജനറൽ റിസർവ് ഡെബിറ്റ് ചെയ്യുക. ജനറൽ റിസർവ് ഡെബിറ്റ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ട്. അതെങ്ങനെയാ വരാം? അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. സോറി, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ കറന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പോയിന്റ്സ്. അതായത് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്ത് വി ആർ ഡൺ വിത്ത് ജനറൽ റിസർവ് ഓൾസോ. ഓക്കെ, രണ്ട് ഐറ്റംസ് റീവാലുവേഷൻ പഠിച്ച് നമ്മൾ, അതേപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ച്? ജനറൽ റിസർവ് പഠിച്ച്. സെയിം ലോജിക്കാണ്. ജനറൽ റിസർവ് റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിക്കോട്ടെ, സെയിം ട്രീറ്റ്മെന്റ്സ്. ഒരു മാറ്റമില്ല മക്കൾ. ഇങ്ങനെ പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യും? ഈസി ആവും സബ്ജക്ട്. അല്ലാണ്ട് നമ്മൾ ഓരോ ചാപ്റ്ററിലും സെയിം ജേർണൽ എൻട്രീസ് ബൈ ഹാർട്ട് പഠിക്കുക, ഒരു തീരൊന്നും അറിയാത്ത പോലെ, അങ്ങനെയൊന്നും വേണ്ട. സെയിം സെയിം സെയിം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്ന് വെച്ചാല് ജനറൽ റിസർവിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെ ലോജിക്കും പറഞ്ഞു, അതിന്റെ ജേർണൽ എൻട്രിയും പറഞ്ഞു. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് അടുത്ത അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അടുത്ത ഐറ്റമും. അതിന്റെ പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ്. അതായത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ തവണയും അത് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നിർബന്ധമില്ല. അത് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ജനറൽ റിസർവ് ആയിട്ട് മാറ്റി വെക്കാം. ഒന്ന് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് തന്നെയാണ് മാറ്റി വെക്കുന്നത്. അതായത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, ആ കേസിൽ സെയിം. ഇപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 6 lakh rupees ആണെങ്കിൽ, ഓക്കെ, ഓൺ 1/4/2019 എന്ന് പറയുന്നത് 6 lakh rupees ആണ്. എത്രയാണ്? 6 lakh rupees. 6 lakh rupees ആണ് 1/4/2019 എന്റെ പ്രോഫിറ്റ് ബാലൻസ്. ഓക്കെ, അത് അക്യുമുലേറ്റഡ് ആണ്. ഓരോ കൊല്ലത്തെ പ്രോഫിറ്റ് ആണ്. ഒരു കൊല്ലത്തതല്ലേ, കഴിഞ്ഞ ഏതെല്ലാം കൊല്ലത്തെ പ്രോഫിറ്റ് ആണ് 6 lakh rupees എന്ന് പറയുന്നത്. ആ ടൈം പാർട്ട്ണർ ആയിട്ടുള്ളത് രണ്ടാൾക്കാരാണ്, എയും ബിയും. അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ 1/4/2020 അവര് പുതിയൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ആ പാർട്ട്ണർ സി. ഓക്കെ, 1/6 ഷെയറിന്. അതായത് പുതിയ റേഷ്യോ എന്ന് പറയുന്നത് A:B:C = 3:2:1. ഓക്കെ, 1/4/2020 നമ്മൾ സീനെ അഡ്മിറ്റ് ചെയ്ത ടൈം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഈ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആ പ്രോഫിറ്റ് ആരുണ്ടാക്കിയതാണ്? എയും ബിയും ഫണ്ട് ഉണ്ടാക്കിയതാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ മനസ്സിലായി ജനറൽ റിസർവിന്റെ സെയിം ട്രീറ്റ്മെന്റ്. അതായത് 10/4/2020 അല്ലെങ്കിൽ ആഫ്റ്റർ 1/4/2020 അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിക്ക് കിട്ടുന്ന ഒരു അൺഡ്യൂ ബെനിഫിറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം, പി ആൻഡ് എൽ അക്കൗണ്ട് ലയബിലിറ്റി സൈഡ് ഉണ്ടെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആർക്കാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സിന്. എന്തുകൊണ്ടാ? ഓൾഡ് പാർട്ട്നേഴ്സിനാണ് ഓൾഡ് പ്രോഫിറ്റ് വേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ആണ്. അതിന് ക്രെഡിറ്റ് ബാലൻസ് ആ ഉള്ളത്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ സീറോ ആക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം.
ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾഡ് റേഷ്യോ. എന്നിട്ട് എക്കും ബിക്കും മാത്രമേ കൊടുക്കാൻ പറ്റൂ, സിക്ക് കൊടുക്കാൻ പറ്റില്ല. എക്കും ബിക്കും മാത്രമേ കൊടുക്കാൻ പറ്റൂ. ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസും ഇൻ ആൻഡ് അറൌണ്ട് ജേണൽ എൻട്രി വരെ സെയിം ആണ്. വേണമെങ്കിൽ ജേണൽ എൻട്രി നമുക്ക് ഇങ്ങനെ പറയാം, ജനറൽ റിസർവ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് സെയിം. അതുകൊണ്ട് തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയണമെന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലയബിലിറ്റി സൈഡ് ഉണ്ട്, അതേപോലെ തന്നെ ജനറൽ റിസർവും ലയബിലിറ്റി സൈഡ് ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആരെയും പേടിക്കൊന്നും വേണ്ട. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ഓൾഡ് റേഷ്യോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? ജേണൽ എൻട്രി ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. അതായത് നമ്മുടെ അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രോഫിറ്റിന് ജനറലി ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് തന്നെ അത് ലയബിലിറ്റി സൈഡ് ഉണ്ടാവാം. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള എല്ലാ ഐറ്റംസും ലയബിലിറ്റി സൈഡ്, ഡെബിറ്റ് ബാലൻസ് ഉള്ള എല്ലാ ഐറ്റംസും അസറ്റ് സൈഡ്. എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, എക്യുമുലേറ്റഡ് ലോസസിന്റെ പേരാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്യുമുലേറ്റഡ് ലോസസ്, അതായത് പണ്ട് കുറെ കൊല്ലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയ ലോസ് ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് അല്ല, ഡെബിറ്റ് ബാലൻസ് ആണ്. ഇതിനും സെയിം കോൺസെപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ ബാലൻസ് 1/4/2019 നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സാമ്പിളിൽ എഴുതി വെക്കട്ടോ. 1/4/2019 ഇതിന്റെ ബാലൻസ് 6 lakh rupees ആണ് ഈ ലോസ്. ഓക്കെ, 1/4/2020 ഓക്കെ സീനെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ NPSR എന്ന് പറഞ്ഞാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. ഓൾഡ് റേഷ്യോ 3:2. ഓക്കെ, വിചാരിക്കും 1/4/2020 സീനെ അഡ്മിറ്റ് ചെയ്ത ടൈം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സീനെ അഡ്മിറ്റ് ചെയ്തിട്ട് 10/4/2020 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്കും കൊടുക്കും, ബിക്കും കൊടുക്കും, സിക്കും കൊടുക്കും. കാരണം 1/4/2020 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ മേലെ എല്ലാ റൈറ്റ് മാർക്കുണ്ട്, പാർട്ട്നേഴ്സിനുണ്ട്. അതേപോലെ ലയബിലിറ്റീസിന്റെ കേസിൽ എല്ലാ ലയബിലിറ്റീസിന്റെ എല്ലാ ഒബ്ലിഗേഷൻ ആർക്കുണ്ട്? പാർട്ട്നേഴ്സിനുണ്ട്, ആ ടൈമുള്ള പാർട്ട്നേഴ്സിന്. അതേപോലെ പ്രോഫിറ്റിനും ലോസസിനും എന്തുണ്ട്? റൈറ്റും ഉണ്ട്, ഒബ്ലിഗേഷനും ഉണ്ട്. അതേപോലെ നമ്മൾ ഈ 6 lakh ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എക്ക് 3 lakh കിട്ടും, ബി 2 lakh കിട്ടും, സിക്ക് 1 lakh കിട്ടും. കിട്ടല്ല ചെയ്യുക, ബെയർ ചെയ്യുക വേണ്ട. അതായത് എ 3 lakh ലോസ് ബെയർ ചെയ്യണം, ബി 2 lakh ലോസ് ബെയർ ചെയ്യണം, സി 1 lakh ലോസ് ബെയർ ചെയ്യണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, സി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോസിന് കാരണമാണോ? ശരിക്കും പറഞ്ഞാൽ സി പിന്നെയല്ലേ പാർട്ട്ണറായിട്ട് വരുന്നത്, പിന്നെ എങ്ങനെയാണ് സി അത് ബെയർ ചെയ്യേണ്ട ആവശ്യം? അതുകൊണ്ട് തന്നെ സി ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും മാത്രമേ ബെയർ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ആ റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ടൈം ഈ ഈ P&L അക്കൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അൺഡ്യൂ ബെനിഫിറ്റ് വരെ ഇവിടെ ലോസ് ആണ്. ഓക്കെ, ഈ ലോസ് അൺവാണ്ടഡ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ ഇതല്ലാത്ത ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാനാണ് സി എങ്കിൽ ഞാൻ ബെയർ ചെയ്യേണ്ടി വരും 1 lakh rupees. ഞാൻ എന്തിന് ബെയർ ചെയ്യേണ്ട ആവശ്യം? ഞാൻ കഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ആക്കിയതാണോ ഈ ലോസ്? അല്ല, ഞാൻ ആക്കാത്ത ലോസ് എന്തിന് ഞാൻ ബെയർ ചെയ്യേണ്ട ആവശ്യം? അതാണ് എന്റെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ 6 lakh 1/4/2020 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ അത് എക്ക് ബിക്കും എങ്ങനെ കിട്ടും? 3.6 lakhs കിട്ടും, ബിക്ക് 2.4 lakhs കിട്ടും. അതിന് പകരം ആർക്കാ കിട്ടുന്നത്? സിക്ക് 1 lakh എക്സ്ട്രാ കിട്ടുന്നത്, ബിക്കും എക്കും എന്ത് ചെയ്യുന്നത്? അവർക്ക് കിട്ടേണ്ട ലോസ് കുറവാണ്, അവർ വേറെ ലോസ് കുറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ടൈം ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അസറ്റ് സൈഡിൽ ഒരു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, ലോസ് ആണ്, എക്യുമുലേറ്റഡ് ലോസ് ആണ്. നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ. ഓക്കെ ആണോ മക്കളെ? ഇതാണ് നമ്മുടെ പോയിന്റ്സ് മെയിൻ ആയിട്ട്. ഈ 3 കാര്യങ്ങൾ: ജനറൽ റിസർവ്,
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. ഈ 3 ഐറ്റംസ്. ഓക്കെ ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുത്തത് ഈ 3 ഐറ്റത്തിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾ ഏകദേശം പഠിച്ചു. ഓക്കെ ഇനി നമുക്കൊരു ഗുഡ് വിൽ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കാൽക്കുലേഷൻസും പഠിച്ചിട്ടുണ്ട്. ഗുഡ് വിൽ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന് സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ, ഒന്ന് പേർച്ചേസ്ഡ് ഗുഡ് വിൽ. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത് എപ്പോ ഉണ്ടാക്കാന്ന് വെച്ചാൽ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കോ, നമ്മൾ തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പണ്ടേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ. അന്നേരം ഒരാൾ പുതിയതായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഞാൻ അഡ്മിഷൻ എടുക്കുമ്പോൾ പറയാം, ആ ലോജിക്ക് പറയാം. പിന്നെന്താന്ന് വെച്ചാല് നമ്മള് ഗുഡ് വില്ല്, സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എന്തായാലും കൂടുതലായിട്ട് പഠിക്കും. പിന്നെ ഒരു ഗുഡ് വിൽ ഉണ്ട്, പേർച്ചേസ്ഡ് ഗുഡ് വിൽ. ഓക്കെ പേർച്ചേസ്ഡ് ഗുഡ് വിൽ. പേർച്ചേസ്ഡ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പൈസക്ക് വാങ്ങിക്കുന്നതാണ്. ഓക്കെ ഞാൻ ഒന്നും കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. 2 ഗുഡ് വില്ലാണ്, പേർച്ചേസ്ഡ് ഗുഡ് വില്ല്, സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല്. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗുഡ് വില്ല്, പേർച്ചേസ്ഡ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ് വില്ല്. ഓക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ഗുഡ് വില്ല് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലായിക്കോ, 3 കണ്ടീഷൻസ്. ഒന്ന്, മോണിറ്ററി ബെനിഫിറ്റിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഇന്ന് ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കണം. ഒരു ഗുഡ് വില്ല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഗുഡ് വില്ല് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാവണം, മോണിറ്ററി ഔട്ട്ഫ്ലോ ഉണ്ടാവണം, പൈസ ചെലവാക്കണം. രണ്ടാമത്തത്, ആ ഗുഡ് വില്ലിന് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടണം. അതായത് ഒരു അസറ്റ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ ഗുഡ് വില്ല് നമ്മൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ബെനിഫിറ്റ് കിട്ടണം. ഓക്കെ ആ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ടേംസിൽ വാല്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ ആ ബെനിഫിറ്റ് എന്ത് ചെയ്യണം, മോണിറ്ററി വാല്യൂല് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ആ പോയിന്റ്സ്. ഓക്കെ അതായത് ഒന്ന്, മോണിറ്ററി ഔട്ട്ഫ്ലോ ഉണ്ടാവണം, അതായത് ചെലവ് ഉണ്ടാവണം. രണ്ടാമത്തത് ഇൻഫ്ലോ ഉണ്ടാവണം. എന്ത് ഇൻഫ്ലോ, മോണിറ്ററി ബെനിഫിറ്റ് കിട്ടണം, അതായത് ആ അസറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വരുമാനങ്ങൾ വരണം. മൂന്നാമത്തത്, ഈ വാല്യൂ ഓഫ് ഗുഡ് വില്ല് മെഷർ ചെയ്യാൻ പറ്റണം റിലയബിളി. കോസ്റ്റ് ഷുഡ് ബി മെഷേർഡ് റിലയബിളി. ആ കോസ്റ്റ് മെഷർ ചെയ്യാൻ പറ്റണം, എത്ര പൈസ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണ്ട, കാരണം ഇന്റർമീഡിയറ്റ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 26 പഠിക്കും. ഓക്കെ വെയിറ്റ് ചെയ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പേർച്ചേസ്ഡ് ഗുഡ് വില്ല് മാത്രമേ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല, പേർച്ചേസ്ഡ് ഗുഡ് വില്ല് മാത്രമേ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ മക്കളെ? സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല് ഔട്ട്ഫ്ലോ ഇല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂല. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു സംഭവമാണ് പേർച്ചേസ്ഡ് ഗുഡ് വിൽ. അതുകൊണ്ട് പേർച്ചേസ്ഡ് ഗുഡ് വില്ല് മാത്രമേ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, പേർച്ചേസ്ഡ് ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും, സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല. ഓക്കെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയും, അല്ലെങ്കിൽ അടുത്ത ജേർണൽ എൻട്രീസ് പറയുമ്പോൾ പറയും. ഓക്കെ പേർച്ചേസ്ഡ് ഗുഡ് വില്ല് നമ്മൾ പേർച്ചേസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഗുഡ് വിൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ്. ഓക്കെ അതൊന്നും നിങ്ങൾ ഇപ്പൊ വലിയ കാര്യം പോലെ ശ്രദ്ധിക്കണ്ട. ഇപ്പൊ എനിക്ക് പറയാനുള്ള അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാല്, റീകോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോ ചില ഐറ്റത്തിന്റെ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മള് സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലിന്റെ വാല്യൂ, ഒരു സ്ഥാപനത്തിന് ഒരു ഗുഡ് വില്ല ഉണ്ടാവും, ഒന്നെങ്കിൽ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല് അല്ലെങ്കിൽ പേർച്ചേസ്ഡ് ഗുഡ് വില്ല്. അത് മനസ്സിലാക്കണം. ഒരു സ്ഥാപനത്തിൽ ഒന്നെങ്കിൽ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല ഉണ്ടാവുക, അല്ലെങ്കിൽ പേർച്ചേസ്ഡ് ഗുഡ് വില്ല ഉണ്ടാവുക. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സ്ഥാപനത്തിൽ ഒരു ഗുഡ് വില്ല ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന്. ഓക്കെ ഞാൻ അങ്ങനെ തന്നെയല്ല പറഞ്ഞത്, മോളെ ഏതെങ്കിലും ഒരാൾ വോയിസിൽ വന്നാട്ടെ, ഞാൻ അങ്ങനെ തന്നെയല്ല പറഞ്ഞത്? അതെ അങ്ങനെ തന്നെയല്ല. ഓക്കെ ഫൈൻ. ഒരു സ്ഥാപനത്തിന് ഒന്നെങ്കിൽ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല് അല്ലെങ്കിൽ പേർച്ചേസ്ഡ് ഗുഡ് വില്ല ഉണ്ടാവും. ഓക്കെ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്,
ഈ 4 സിറ്റുവേഷനിലും നമ്മൾ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കും. മനസ്സിലാക്കിയ ഒന്ന്. രണ്ടാമത്തത്, അങ്ങനെയാണെങ്കിൽ ആ ടൈം നിങ്ങൾക്ക് ഓൾറെഡി ഒരു പേർച്ചേസ്ഡ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ടൈം ഓൾറെഡി ഒരു പേർച്ചേസ്ഡ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 2 ഗുഡ്വിൽ ആയി പോവില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത് പേർച്ചേസ്ഡ് ഗുഡ്വിൽ നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യണം. പേർച്ചേസ്ഡ് ഗുഡ്വിൽ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഈ 4 സിറ്റുവേഷനിൽ നിങ്ങൾ ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഏത് വാല്യൂ? ഓക്കെ, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അതായത് ഒരു സ്ഥാപനത്തിന് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഗുഡ്വിൽ ഉണ്ടാവും, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ അല്ലെങ്കിൽ പേർച്ചേസ്ഡ് ഗുഡ്വിൽ. ഓക്കെ, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ അല്ലെങ്കിൽ പേർച്ചേസ്ഡ് ഗുഡ്വിൽ. ഓക്കെ, ഫൈൻ. അന്നേരം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എല്ലാ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിക്കോട്ടെ, അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, ഈ 4 സിറ്റുവേഷനിൽ നിങ്ങൾ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ബൈ ചാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പേർച്ചേസ്ഡ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഒരു ബാലൻസ് ഷീറ്റിൽ ഒരു ഗുഡ്വിൽ ഉണ്ടെങ്കിൽ, അത് പേർച്ചേസ്ഡ് ഗുഡ്വില്ലാണ്. കാരണം എന്താ? സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ, അതിന്റെ ഇടക്ക് എനക്ക് എന്തോ ഇതായി പോയതാണ്, ശ്രദ്ധിക്ക്. ഒരു സ്ഥാപനത്തിന് ഒന്നെങ്കിൽ പേർച്ചേസ്ഡ് ഗുഡ്വിൽ അല്ലെങ്കിൽ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ, നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ഓക്കെ സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ സിറ്റുവേഷനിലും കണ്ടുപിടിക്കും. ഏതെല്ലാം സിറ്റുവേഷനിലാണ് കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഈ 4 സിറ്റുവേഷനിൽ കണ്ടുപിടിക്കും. ആ ടൈം നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ പേർച്ചേസ്ഡ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ പേർച്ചേസ്ഡ് ഗുഡ്വില്ലും ഉണ്ട്, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലും ഉണ്ട്. ഒരു സ്ഥാപനത്തിന് 2 ഗുഡ്വിൽ പറ്റോ? ഇല്ല, പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നത് ഈ പേർച്ചേസ്ഡ് ഗുഡ്വിൽ ഓൾഡ് ഗുഡ്വില്ലാണ്, പഴയ ഗുഡ്വില്ലാണ്. ഇപ്പത്തെ ഗുഡ്വില്ലാണോ? അല്ല, പണ്ട് എവിടുന്നോ വാങ്ങിച്ചതാ. വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിക്കാൻ പറ്റും. അതിൽ നമ്മൾ പിന്നെ പഠിക്കും. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോ, പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, പേർച്ചേസ്ഡ് ഗുഡ്വിൽ തന്നെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പേർച്ചേസ്ഡ് ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യണം. എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്ഥാപനത്തിന് 2 ഗുഡ്വിൽ ഉണ്ടാവാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പേർച്ചേസ്ഡ് ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യണം. പേർച്ചേസ്ഡ് ഗുഡ്വിൽ ആര് വാങ്ങിച്ചതാ? പണ്ടത്തെ പാർട്ട്നേഴ്സ് വാങ്ങിച്ചതാണ്. ആര് വാങ്ങിച്ചതാ? പണ്ടത്തെ പാർട്ട്നേഴ്സ് വാങ്ങിച്ചതാ. അതുകൊണ്ട് തന്നെ ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാം. റൈറ്റ് ഓഫ് ചെയ്യലാണ്, കാരണം അസറ്റ് ആണത്. ഗുഡ്വിൽ എന്താ ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം 0 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഗുഡ്വിൽ. ഈ ഒരു എക്സ്പ്ലനേഷൻ, ഈ ഒരു ജേർണൽ എൻട്രി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര കഥ പറഞ്ഞത്. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓക്കെ, അതായത് ഒരു സ്ഥാപനത്തിന് ഗുഡ്വിൽ എന്ന് പറയുന്നത് 2 രീതിയിലുണ്ടാവും. പേർച്ചേസ്ഡ് ഗുഡ്വിൽ, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ. ഓക്കെ, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ എന്ന് പറയുന്നത് 4 സിറ്റുവേഷനിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്. ഓക്കെ, ഇനി ഞാൻ എന്താ പറയുന്നത് വെച്ചാല് നമ്മൾ ഈ 4 സിറ്റുവേഷനിൽ ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആ ടൈം തന്നെ ഓൾറെഡി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഒരു ഗുഡ്വിൽ ഉണ്ടെങ്കിൽ 2 ഗുഡ്വിൽ ആയിപ്പോ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിന് 2 ഗുഡ്വിൽ ഉണ്ടാവില്ല. എനിക്ക് പറയാൻ പറ്റോ എനിക്ക് ഗുഡ്വിൽ 2 ഉണ്ട് എന്ന്? അങ്ങനെ 2 ഗുഡ്വിൽ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഫേക്ക് പേഴ്സൺ ആണ്. ഫേക്ക് പേഴ്സൺസിന്, ഫേക്ക് പീപ്പിളിന് മാത്രമേ ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് ഉണ്ടാവും. റെപ്യൂട്ടേഷൻ എന്നെല്ലാം പറയുന്നത് ഒന്ന് മാത്രമായിരിക്കും, ഒരു നല്ല പേര്, ഒരു എല്ലാവരുടെയും മുമ്പിൽ ഒന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാളെ ആക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ 2 ഗുഡ്വില്ല് പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം കണ്ടുപിടിക്കുന്ന ഗുഡ്വില്ലിന്റെ പേര് സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ല്, അത് മാത്രം മതി. അതെന്തായാലും ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും ചെയ്യില്ല നമ്മൾ. അത് നമ്മളോട് പറയുന്നത് ഓൾഡ് ഗുഡ്വിൽ എന്താക്കണ്ട? അത് പണ്ടത്തെ ഗുഡ്വില്ലല്ലേ, അത് റൈറ്റ് ഓഫ് ചെയ്യും.
അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് 0 ആവണം. 0 ഗുഡ് വിൽ എന്ന് പറയുന്ന അസറ്റ് ആണ്, അത് 0 ആക്കണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. എന്താ ഡെബിറ്റ് ചെയ്യുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ. ഏത് പാർട്ട്നേഴ്സിനാ കൊടുക്കുക? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം. കാരണം അതൊരു ലോസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഗുഡ് വിൽ എന്ന് പറയുന്നത്, ആ പെർച്ചേസ്ഡ് ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു ലോസ് ആണ്. അതായത് ഈ പെർച്ചേസ്ഡ് ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റും ഈ 4 സിറ്റുവേഷനിൽ സെയിം ആണ്. അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിക്കോട്ടെ, ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ. മക്കളെ ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ടത്. ഇത് എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ നമുക്ക് എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. ഓക്കെ ഫൈൻ. എല്ലാവരും എന്റെ മെറ്റീരിയൽ എടുക്കാൻ പറ്റുന്നവര്, അല്ലാത്തവര് നോക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടാവുമല്ലോ. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് general reserve, profit and loss account, credit balance, profit and loss account, debit balance, and goodwill already appearing in the books. Goodwill already appearing in the books in the where goodwill already appearing in the books ആണ് purchased goodwill of partnership firm. എന്നിട്ട് ഞാൻ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്. അതായത് ഈ 4 സിറ്റുവേഷനിലെ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. എന്താ ജേർണൽ എൻട്രി? ജനറൽ റിസർവ് ആണെങ്കിൽ general reserve account debit to partners capital account or current account. അത് fixed capital or fluctuating capital as the case may be. അതിനനുസരിച്ച്. അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട്. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ട്രാൻസ്ഫറിംഗ് മിസ്സീലിയസ് ലോസസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മറ്റേതിന്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്തോ? നേരത്തെ ജേർണൽ എൻട്രി, രണ്ടാമത്തെ ജേർണൽ എൻട്രിന്റെ ബ്രാക്കറ്റിൽ എവിടെയെങ്കിലും എഴുതിക്കോ പ്രോഫിറ്റ്, എക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എഴുതിക്കോ എല്ലാവരും. എക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കഴിയുമെങ്കിൽ നാളത്തേക്ക് തന്നെ പ്രിന്റ് ഔട്ട് എടുക്കണം, പഠിക്കാൻ തുടങ്ങണം, ഉഷാറാക്കണം. മക്കളെ എഴുതിയാ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ്. ഇനി അടുത്ത ലാസ്റ്റ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ പെർച്ചേസ്ഡ് ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി ആണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്വിൽ. ഓക്കെ,